തിരുപ്പിറവിയുടെ ഒരുക്കമായുള്ള ഈ ആഗമന കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും പല പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യങ്ങളിൽ ഒത്തിരിയധികം പ്രതീകങ്ങളും അർത്ഥവും നമുക്ക് കണ്ടെത്താനാകും. ചില സ്ഥലങ്ങളിൽ ഈ ആഗമന കാലഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് ഉണങ്ങി വാടി വരണ്ടു പോകാത്ത പച്ച നിറത്തിലുള്ള ചെടികളെടുത്ത് അത് വൃത്തത്തിൽ ഒരു റീത്ത് പോലെ ശരിയാക്കി ഈ പച്ചപ്പുള്ള റീത്തിൽ 4 തിരികൾ കത്തിച്ച് അതിൻ്റെ മധ്യത്തിലായി അല്പം കൂടെ വലിപ്പമുള്ള തിരിയും കത്തിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആഗമനകാലത്തിലെ ഓരോ ആഴ്ചയിലും ഈ ഓരോ തിരികൾ തെളിക്കും. ക്രിസ്മസ് രാവാകുമ്പോൾ വിശുദ്ധ ഉണ്ണിയുടെ പിറവിയോടനുബന്ധിച്ച് മധ്യത്തിലുള്ള നടുക്കുള്ള ആ വലിയ തിരിയും കത്തിക്കും. ഈ തിരികളിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരുക്ക കാലഘട്ടത്തിൽ കൂടുതൽ സജീവമായി ഒരുങ്ങുവാനും അതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുവാനും എളുപ്പമുള്ള ചില വിചിന്തനങ്ങൾ എടുക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടിയുള്ള ഒരുക്കമാണ് നമ്മെ ആ പിറവി തിരുനാളിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടു ചെല്ലുക. ആ ആഘോഷങ്ങൾക്കപ്പുറം ഉള്ളിൻ്റെ ഉള്ളിൽ ആശ്വാസവും അനുഗ്രഹവുമൊക്കെ കണ്ടെത്താനാകുക. ഈ ഒരു പാരമ്പര്യം പച്ചപ്പുള്ള റീത്തിൽ 5 തിരികൾ വയ്ക്കുന്ന ആ പാരമ്പര്യം, അതിൻ്റെ ഓരോ തിരികൾക്കും ഓരോ അർത്ഥമുണ്ട്. ആദ്യത്തെ തിരി രക്ഷകനായ യേശുവിൻ്റെ വരവിനായി ഒരുങ്ങിയിരുന്ന ജനങ്ങളുടെ പ്രതീകമാണ്. ഇസ്യാസ് പ്രവാചകൻ തൻ്റെ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രവചനം വ്യക്തമാക്കുന്നുണ്ട്. ഒരു യുവതി, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ക്രിസ്തുവിൻ്റെ ജനനത്തിന് 7 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇസയാസ് പ്രവാചകൻ ഇപ്രകാരം പ്രവചിക്കുക. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം 700 നീണ്ട വർഷങ്ങൾ കാത്തിരുന്നു. ആദ്യത്തെ ഈ റീത്തിലെ തിരി ഈ കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാണ്. രക്ഷകനെ പ്രതീക്ഷിക്കുന്ന ഒട്ടനവധി പേരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടാനാകും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ മറ്റു 2 പേരെ കാണാനാകും. ഒന്ന് ശിമിയോനെ പറ്റി ലൂക്കാ സുവിശേഷകൻ പ്രാരംഭമായി വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ജെറൂസലേമിൽ ശിമിയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. അങ്ങനെ പ്രതീക്ഷയുടെ ജനതയുടെ പ്രതീകമാണ് ശിമിയോൻ. ഇസ്രായേലിൻ്റെ സമാശ്വാസനം പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യൻ. അവൻ നീതിമാനും ദൈവഭക്തനുമായിരുന്നു. ഇസ്രായേലിൻ്റെ രക്ഷകനായി കടന്നു വരുന്ന ദിവ്യുണ്ണി മാതാപിതാക്കന്മാരോടൊപ്പം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ യഹൂദ പാരമ്പര്യമനുസരിച്ച് ദേവാലയത്തിൽ സമർപ്പിക്കുവാനെത്തുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ശിമിയോനും എത്തുന്നു.
ശിമയോൻ യേശുവിനെ, ആ ദിവ്യ ഉണ്ണിയെ കയ്യിലെടുത്തിട്ട് പറയുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുക, കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. അങ്ങനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ രക്ഷ കാണുവാനുള്ള ഭാഗ്യം ശിമയോന് ലഭിക്കുകയാണ്. ദിവ്യ ഉണ്ണിയെ കൈകളിലേന്തിയിട്ട് അവിടുത്തെ അമ്മയായ മറിയത്തോട് പറയുന്ന വാക്യവും ശ്രദ്ധേയമാണ്. ഇവൻ ഇസ്രായേലിലെ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഈ ദിവ്യ ശിശു നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ പാപത്തിൻ്റെ ബലഹീനതകളുടെ പോരായ്മകളുടെ തകർച്ചയ്ക്കും എൻ്റെ ജീവിത വിശുദ്ധിയുടെ ഉയർച്ചയ്ക്കും കാരണമാകണം. ആ ദിവ്യ ഉണ്ണിയെ എൻ്റെയും കണ്ണുകൾ കൊണ്ട് ദർശിക്കുവാനും ജനതകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയുടെ അനുഭവം എൻ്റെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകണം. ശിമയോൻ എന്ന മനുഷ്യൻ അങ്ങനെ പ്രതീക്ഷയോടെ രക്ഷകനെ കാത്തിരുന്ന മനുഷ്യനാണ്. ഈ കാത്തിരിപ്പ്, ഈ ആഗമന കാലഘട്ടം, ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടം പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരുങ്ങിയിരിക്കുവാനുള്ള അവസരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കും ആ ദിവ്യ ഉണ്ണിയെ ഉള്ള സ്ഥലത്ത് ദിവ്യ ഉണ്ണിയുടെ സാന്നിധ്യം അനുഭവേദ്യമാക്കുക. അത് നമ്മുടെ ഹൃദയത്തിൽ ആ സാന്നിധ്യം തിരിച്ചറിയുക. രക്ഷകനെ പ്രതീക്ഷിക്കുന്ന ജനതയുടെ പ്രതീകമാണ് ഈ ഒന്നാമത്തെ തിരി എന്ന് ഞാൻ പറഞ്ഞു. ഇസ്രായേൽ ജനം, ശിമയോൻ എന്ന ഈ മനുഷ്യൻ, അതോടൊപ്പം തന്നെ ലൂക്കായുടെ സുവിശേഷകൻ ഈ 2-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്ന മറ്റൊരു വ്യക്തി കൂടെയുണ്ട്. ഫാനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജിയുമായ അന്ന. അന്ന 7 വർഷം ഭർത്താവിനോട് കൂടെ ജീവിക്കുവാൻ മാത്രം ഭാഗ്യമുണ്ടായ ഒരു സ്ത്രീയാണ്. പിന്നീട് 84 വയസ്സായ ഇവൾ ഭർത്താവിൻ്റെ മരണശേഷം ഒരു വിധവയായി നീണ്ട വർഷങ്ങൾ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നുവെന്ന് സുവിശേഷകൻ വ്യക്തമാക്കുന്നു. ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ, ജീവിതത്തിൽ കടന്നു വരുന്ന നഷ്ടങ്ങളിൽ നിരാശരാകാതെ, എന്നാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുന്ന അന്ന, ഇത് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടങ്ങളും അനിഷ്ടങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശരാകാതെ, കഷ്ടമോ നഷ്ടമോ എന്തു വന്നാലും കർത്താവിൻ പാതെ ചേർന്ന് നടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പ്രചോദനം, അതാണ് അന്ന നമുക്ക് പ്രദാനം ചെയ്യുക. അവളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളുമുണ്ടെങ്കിലും നിരാശയില്ല. കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അവൾക്ക് പരിഭവമോ പരിദേവനവുമോ ഇല്ല. കാരണം അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. അവൾക്കും രക്ഷകനായ ക്രിസ്തുവിൻ്റെ, ഉണ്ണിയേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. അവളും അന്ന് ഈ സമർപ്പണ നേരത്ത് ദേവാലയത്തിൽ കടന്നു വരുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു സാധു സ്ത്രീ, അവളും നമുക്ക് പ്രചോദനമാണ്. എന്നും പ്രതീക്ഷയോടുകൂടി കഴിയുവാൻ, ജീവിതത്തിലെ കഷ്ടങ്ങളും ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ക്ഷമയോടെ സ്വീകരിക്കുവാനും, എന്നാൽ ഹൃദയത്തിൽ ഒരിക്കലും നിരാശ കടന്നു വരാതെ എന്നും പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ
ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അന്ന. അങ്ങനെയുള്ളവർക്കാണ് രക്ഷകനായ യേശുവിൻ്റെ സാന്നിധ്യം, ദർശന സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുക. മറ്റൊരു വ്യക്തിയെ നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവൂസ്. രക്ഷകനെ ഒരു നോക്ക് കാണുവാൻ, അതാണ് ആ മനുഷ്യൻ്റെ ആഗ്രഹം. 3 കാര്യങ്ങളാണ് സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാനുള്ളത്. ഒന്ന്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള അഭിവാഞ്ച, തീവ്രമായ ആഗ്രഹം, യേശുവിനെ ഒരു നോക്ക് കാണുവാൻ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അയാളെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അയാൾ ചുങ്കക്കാരിയിൽ പ്രധാനിയായിരുന്നു, ധനികനായിരുന്നു, പൊക്കം കുറവായിരുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു പ്രധാനിയായ മനുഷ്യൻ, ചുങ്കക്കാരനായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അവജ്ഞ അനുഭവിച്ചിരുന്ന വ്യക്തി, മനസ്സിൽ കുറേയധികം ഒരുതരം ഗിൽറ്റ് ഫീലിംഗ് അനുഭവിച്ചിരുന്ന വ്യക്തി. എങ്കിലും അയാൾക്ക് ഒരാഗ്രഹമുണ്ട്, രക്ഷകനെ ഒന്ന് കാണുക. എന്താ അയാൾ ചെയ്യുക? രണ്ടാമത്തേത്, അയാൾ മുൻപേ ഓടുന്നു. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ, അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാവില്ല. ആ മുൻപേ ഓടുക, ഏകാന്തത, പ്രാർത്ഥനയിലുള്ള ആ ദൈവമായുള്ള അടുപ്പം, അങ്ങനെ മുന്നോട്ട് പോവുകയും ഒരുപക്ഷെ ഒറ്റക്കാകുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തെ കണ്ടുമുട്ടാനാകുക. മൂന്നാമതായി ഈ മനുഷ്യൻ ചെയ്യുക, സിക്കമോർ മരത്തിലേക്ക് കയറുന്നു. മനുഷ്യൻ സാധാരണ അനുദിന ജീവിതത്തിൻ്റെ ആ തലങ്ങളിൽ നിന്ന് ഉയരുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഭവം ജീവിതത്തിലുണ്ടാകുക. സക്കേവൂസ് ആ സിക്കമോർ മരത്തിൻ്റെ കൊമ്പിൽ കയറിയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിലും അപ്പുറം ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ അനുഗ്രഹം ചൊരിയുന്ന അനുഭവമുണ്ടാകുന്നു. ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ, കടന്നു വരുവാനുള്ള ഭാഗ്യം. അങ്ങനെ ആദ്യത്തെ ഈ തിരി നമ്മെ ഓർമ്മിപ്പിക്കുക, നൂറ്റാണ്ടുകളായി രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമാകാം. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ശിമിയോനെയും അന്നയെയും സക്കേവൂസിനെയും ഒക്കെ പോലെയുള്ള വ്യക്തികളുടെ പ്രതീകമാകാം. ഞാനും ഇതുപോലുള്ള ഈ തിരി തെളിയുമ്പോൾ എൻ്റെയും മനസ്സിൽ ഒരു തിരി തെളിയണം, പ്രതീക്ഷയുടെ തിരി. എൻ്റെയും ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരണം. എനിക്കും രക്ഷകനെ ഒരു നോക്ക് കാണുവാൻ, കൺകുളിർക്കെ കണ്ടിട്ട് എൻ്റെയും ജീവിതം സംതൃപ്തി അടയുവാനുള്ള ആ ഒരു അഭിവാഞ്ച, ആഗ്രഹം, അത് സാധിച്ചെടുക്കണം. അതിനുള്ള ഒരുക്ക കാലഘട്ടമാണ് ഈ പരിശുദ്ധമായ നോമ്പുകാലം, ഈ ആഗമനകാലം. രണ്ടാമത്തെ തിരി നമ്മെ ഓർമ്മിപ്പിക്കുക പ്രവാചകൻ്റെ പ്രവചനങ്ങളെയാണ്. ഇസ്യാസ് പ്രവാചകൻ ജനതകൾക്ക് രക്ഷയാകുന്ന രക്ഷകൻ്റെ വരവിനെ പറ്റി ഓർമ്മിപ്പിച്ചു. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ പഠിപ്പിക്കും, ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും, അവരുടെ വാൾ കൊഴുവും, അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ പിന്നീട് വാളുയർത്തുകയില്ല. വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. പ്രവാചകന്മാർ ജനതയെ ഓർമ്മിപ്പിക്കുന്നത് ഈ രണ്ടാമത്തെ തിരിയുടെ പ്രതീകമായ പ്രകാശത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള ആഹ്വാനമാണ്. രണ്ടാമത്തെ തിരി തെളിയുമ്പോൾ നാമും നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പ്രവചനങ്ങളുടെ പൊരുൾ സൂക്ഷിക്കണം. എൻ്റെയും ജീവിതത്തിൽ ഈ നീതിയുടെയും സമാധാനത്തിൻ്റെയും മാർഗം സ്വീകരിക്കുവാൻ, എൻ്റെ പഴയ കാല ജീവിതത്തിലെ പോരായ്മകൾ മാറ്റിയെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് ഞാൻ തിരികെ പോകുവാൻ, അല്ലെങ്കിൽ പുതിയൊരു പാത സ്വീകരിക്കുവാൻ ഈ ആഗമനകാലം, ഈ നോമ്പുകാലം, ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടം എന്നെ ഓർമ്മിപ്പിക്കുന്നു. പ്രവചനങ്ങൾ, പ്രവാചകന്മാർ പ്രവചിക്കുക,
നീതിയുടെയും സത്യത്തിൻ്റെയും മാർഗം സ്വീകരിക്കുവാനാണ്. രണ്ടാമത്തെ തിരി ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മൂന്നാമത്തെ തിരി സാധാരണഗതിയിൽ പരമ്പരാഗതമായി ഈ വൃത്തത്തിലുള്ള ഈ റീത്തിൽ സൂക്ഷിക്കുന്ന ആദ്യത്തെ തിരി രക്ഷകനെ പ്രതീക്ഷിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രതീകമാണെങ്കിൽ, രണ്ടാമത്തെ തിരി പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണെങ്കിൽ, മൂന്നാമത്തേത് പിങ്കുനിറത്തിലുള്ള ഒരു തിരി മാനസാന്തരത്തെപ്പറ്റി, ജീവിതത്തിൽ അവശ്യമായി സ്വീകരിക്കേണ്ട അനുരഞ്ജന പാതയെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ രക്ഷകൻ്റെ വരവിനു വേണ്ടി ജനതയെ ഒരുക്കുവാനാണ് കടന്നു വന്നത്. ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ രക്ഷകൻ്റെ വരവിന് ഒരുക്കുവാൻ, രക്ഷകനെ സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ആ ശബ്ദം ജനങ്ങൾ ശ്രവിച്ചു. ജനക്കൂട്ടം അവനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ്റെ മറുപടി, രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ പങ്കുവയ്ക്കലിൻ്റെ ഒരു പുതിയ സുവിശേഷ അനുഭവമാണ് പ്രവാചകൻ ജനങ്ങൾക്ക് പകരുക. ചുങ്കക്കാർ വന്ന് അവനോട് ചോദിക്കുന്നു, ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം? പ്രവാചകൻ്റെ മറുപടി, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ നിങ്ങൾ ഈടാക്കരുത്. പടയാളികൾ വന്ന് അവനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവരോടുള്ള മറുപടിയും ശ്രദ്ധേയമാണ്. നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണം അരുത്, വേതനം കൊണ്ട് തൃപ്തിയടയണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്നാപയോഹന്നാൻ്റെ ഈ ആഹ്വാനം നമ്മുടെ ഓരോരുത്തരെയും ജീവിതം വിചിന്തനം ചെയ്യുവാൻ, അങ്ങനെ വിചിന്തനം ചെയ്ത് വിലയുറ്റതാക്കുവാൻ ഉള്ള ഒരു ആഹ്വാനം കൂടെയാണ്. രണ്ടുടുപ്പുള്ളവനോട് പങ്കുവയ്ക്കലിൻ്റെ ഒരു മനോഭാവം സൂക്ഷിക്കുവാൻ, മറ്റുള്ളവരോട് കൂടുതൽ ഈടാക്കാതിരിക്കുവാനുള്ള ആഹ്വാനം, ആരെയും ഭീഷണിപ്പെടുത്താതിരിക്കുവാൻ, മറ്റുള്ളവർക്കെതിരായി കുറ്റാരോപണം നടത്താതിരിക്കുവാൻ, വേതനം കൊണ്ട് തങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം. ഈ മൂന്നാമത്തെ തിരി, ഈ പിങ്ക് നിറത്തിലുള്ള തിരി നമ്മെ ഓർമ്മിപ്പിക്കുക, ഈ ഒരു ജീവിതത്തിൽ സംഭവിക്കേണ്ട മെറ്റനോയിയ പരിവർത്തനം അതാണ്. ഈ മാനസാന്തരത്തിലേക്കുള്ള വരവാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും അഭികാമ്യം. ഒരു കഥ ഓർത്തു പോവുകയാണ്. ഒരു മനുഷ്യൻ ആശുപത്രി കിടക്കയിൽ അന്ത്യശ്വാസം വലിച്ചു കിടക്കുകയാണ്. അവിടുത്തെ നേഴ്സ് ചെന്ന് സമീപിച്ച് പറഞ്ഞു, താങ്കൾ ഒരു ക്രൈസ്തവനല്ലേ? ഞാനൊരു വൈദികനെ വിളിക്കാം, നല്ല ഒരു കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് സമാധാനത്തോടുകൂടെ മരിക്കുക. അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ വേണമെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാം, പക്ഷേ കുമ്പസാരിക്കുവാൻ എനിക്ക് മനസ്സില്ല. ആ സിസ്റ്റർ എങ്കിലും അടുത്തുള്ള ദേവാലയത്തിലെ വൈദികനെ ആശുപത്രിയിലേക്ക്, ഈ രോഗിയുടെ അടുക്കലേക്ക് വിളിച്ചു വരുത്തി. വൈദികൻ ചെന്ന് സംസാരിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് പരിശുദ്ധ കുർബാന തരിക, കുമ്പസാരിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. ആ വൈദികൻ ഈ രോഗിയുടെ സമീപത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ജപമാല ചൊല്ലിക്കൊണ്ട് അങ്ങനെ സമയം ചിലവഴിച്ചു. 1-2 മണിക്കൂർ കഴിഞ്ഞ് ഇയാൾ വീണ്ടും നോക്കിയപ്പോഴും ഈ വൈദികൻ അടുത്തിരിക്കുന്നു പ്രാർത്ഥനയോടെ. അയാൾ പറഞ്ഞു, ഞാൻ കുമ്പസാരിക്കാം, എനിക്ക് കുമ്പസാരിക്കണമെന്നുണ്ട്.
അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള പോരായ്മകളെപ്പറ്റി ഈ വൈദികനുമായി കുമ്പസാരത്തിൽ പങ്കുവച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള വലിയൊരു പാതകമുണ്ട്. ഞാൻ മദ്യപിച്ച് എൻ്റെ ജോലിയിൽ ഞാൻ ഒരു റെയിൽവേ ഗേറ്റിലെ ഗാർഡായിരുന്നു. ഞാൻ മദ്യപിച്ചിരുന്ന ഒരു രാത്രിയിൽ എന്തോ തെറ്റുപറ്റിക്കൊണ്ട് ഞാനൊരു തെറ്റായ സിഗ്നൽ കൊടുത്ത് ട്രെയിൻ പോകുന്ന സമയത്ത് ഗേറ്റ് അടക്കാതെ ഗേറ്റ് തുറന്നിട്ടിരുന്നു. ആ അവസരത്തിൽ അതിലൂടെ കാറിൽ കടന്നു വന്നിരുന്ന ഒരു കുടുംബം ഈ തീവണ്ടി ഇടിച്ച് മരണപ്പെട്ടു. അങ്ങനെ ആ കുടുംബത്തിലെ അപ്പനും അമ്മയും ഒരു മകളും മരണപ്പെട്ടു. മറ്റാരും തെളിവില്ലാതിരുന്നത് കൊണ്ട്, സാക്ഷിയില്ലാതിരുന്നത് കൊണ്ട് എൻ്റെ പേരിൽ കുറ്റാരോപണമൊന്നും ഉണ്ടായില്ല. അത് ഒരു ആക്സിഡൻ്റായി വിധിയെഴുതി. പക്ഷേ ആ കുറ്റബോധം ഇന്നും എൻ്റെ മനസ്സിൽ നിലകൊള്ളുന്നു. വൈദികൻ ആ മനുഷ്യൻ്റെ അവസാനത്തെ കുമ്പസാരം ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നിട്ട് കർത്താവിൻ്റെ പാപമോചനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ഈ പാപത്തിന് ക്ഷമ നൽകിയിരിക്കുന്നു. അതോടൊപ്പം ഞാനും നിന്നോട് ക്ഷമിക്കുന്നു. കാരണം അന്ന് ആ ആക്സിഡൻറ്റിൽ മരിച്ചത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ ആകെയുള്ള പെങ്ങളുമാണ്. പിന്നീട് ഞാൻ വൈദികനായി ഇന്ന് താങ്കളുടെ സമീപത്തിരിക്കുന്നു. കർത്താവിൻ്റെ പാപമോചനം നൽകുവാൻ ദൈവം തീർച്ചയായും പൊറുക്കും. അതോടൊപ്പം ഞാനും നിന്നോട് ക്ഷമിക്കുന്നു. ഈ കാലഘട്ടം പരസ്പരം ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, അനുരഞ്ജനപ്പെടുവാനുള്ള അവസരമാണ്. മൂന്നാമത്തെ തിരി നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. നാലാമത്തെ തിരി പരിശുദ്ധ കന്യകാമറിയത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് സമ്പൂർണ്ണമായി സമർപ്പിച്ച അമ്മയെ ഓർമ്മിപ്പിക്കുന്നു. ആ അമ്മയാണ് രക്ഷകനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുക. നമ്മുടെ ജീവിതം വഴി ഈ ക്രിസ്തുവിനെ തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കാനാകണം. നാലാമത്തെ തിരി നമ്മെ ഓർമ്മിപ്പിക്കുക അമ്മയുടെ മാതൃകയിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന സാന്നിധ്യമായി. കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ടല്ലോ അമ്മയുടെ സാന്നിധ്യം. എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ അമ്മ തിടുക്കത്തിൽ ഓടിപ്പോകുന്നുണ്ടല്ലോ. അതുപോലെ മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാൻ ക്രിസ്തുവിനെ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അനുഗമിച്ച അമ്മ നമുക്ക് മാതൃകയാണ്. എന്നും മറ്റുള്ളവരുടെ പീഡാനുഭവങ്ങളിലും നൊമ്പരങ്ങളിലും ആശ്വാസമായി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുവാനാകുക. അഞ്ചാമത്തെ മധ്യത്തിലുള്ള തിരി ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. ആ ക്രിസ്തുവിൻ്റെ വരവാണ് നമ്മുടെയും ജീവിതത്തിൻ്റെ ഇരുളുകളെല്ലാം അകറ്റിക്കൊണ്ട് പുതിയ പ്രകാശത്തിലേക്ക്, പുത്തൻ ജീവിതത്തിലേക്ക് നമ്മെ തിരിച്ചു വരേണ്ടത്. ക്രിസ്തുവാകുന്ന ആ നീതിസൂര്യൻ നമ്മുടെയും ഹൃദയമാനസങ്ങളിൽ ഉദിച്ചുയരണം. നമ്മുടെയും ജീവിതത്തിൽ അന്ധകാരങ്ങളും നിഴലുകളുമെല്ലാം അകന്നു മാറണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ഉദയം ചെയ്യുന്ന ഒരു അനുഗ്രഹീതമായ ക്രിസ്തുമസ് ആകണമെങ്കിൽ, പിറവി തിരുനാൾ ആഘോഷിക്കണമെങ്കിൽ ഈ പരിശുദ്ധമായ നോമ്പുകാലം, വിശുദ്ധമായ ഈ ആഗമന കാലഘട്ടം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നാം ആചരിക്കണം. പ്രവാചകൻ ദൈവവചനം കാത്തിരുന്നത് പോലെ ആ രക്ഷയുടെ അനുഭവം നമ്മിലുണ്ടാകുവാൻ നാം കാത്തിരിക്കണം. രണ്ടാമതായി പ്രവാചകന്മാർ പ്രവചിച്ച ആ നീതിയുടെ പാതയിലൂടെ നാം ചരിക്കാനാകണം. മൂന്നാമത്തെ തിരി ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്നാപയോഹന്നാൻ ആഹ്വാനം ചെയ്യുന്ന ആ മാനസാന്തരത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ പുതിയ പാതയിലൂടെ നാം ചരിക്കാനാകണം. നാലാമതായി പരിശുദ്ധമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെയും ജീവിതം സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ ഹിതത്തിൽ സമർപ്പിക്കുകയും മറ്റുള്ളവർക്ക് ആശ്വാസമായി ജീവിതം തിരിച്ചുവിടുകയും ചെയ്യണം. അപ്പോൾ ക്രിസ്തുവാകുന്ന തിരി, ക്രിസ്തുവാകുന്ന സാന്ത്വന പ്രകാശം, നീതിസൂര്യൻ
നമ്മുടെയും ഹൃദയത്തിൽ ഉദയം ചെയ്യും. അങ്ങനെ ഒരു നല്ല ക്രിസ്തുമസിലേക്ക്, നല്ലൊരു പിറവി തിരുനാളിൻ്റെ ആഘോഷത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹമോടെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങളും പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.